തമിഴ്നാട്ടില് പോണ സമയത്ത് എന്നെ തമിഴുള്ള ആളുകൾ എനിക്ക് തിരിച്ചറിയുള്ളൂ ബിഗ് ബോസ്. കാരണം ഈ ബിഗ് ബോസിന്റെ ഷോ എല്ലാ ലാംഗ്വേജ് ആൾക്കാരാണ്. ഞാൻ തമിഴ് ബിഗ് ബോസ് ആണ്, ബിഗ് ബോസിന് അത്രയും ഭയങ്കര ഹ്യൂജ് ഫാൻസ്, അത്രയും പ്ലാറ്റ്ഫോമാണ്. ലൈഫിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഞാൻ ഇവിടുത്തെ പറഞ്ഞു, ഇവൾക്ക് ഇനി കേരള സ്റ്റേറ്റ് ആക്ട്രസ് ആയിട്ടുള്ള വിന്നർ ആവാൻ എനിക്ക് ചാൻസ് കിട്ടും. ബിഗ് ബോസ് എന്ന ഷോയില് ഇനി വിന്നർ ആവാൻ പറ്റില്ല, ലൈഫിൽ പറ്റില്ല. കാര്യം അത്ര സ്ട്രഗിളുള്ള ഷോ. അറിയാലോ, നീ പ്രതീക്ഷിക്കാതെ പോയതുകൊണ്ടാണ് എനിക്കൊരു ആ ഒരു ഇതില്ല, എക്സൈറ്റ്മെന്റ്. ഇത് പ്രതീക്ഷിച്ച ഒരുപാട് ആൾക്കാർ പോയിട്ട് നിന്നോട് ദേഷ്യമുള്ളത് ഒരു വിന്നർ ആവാൻ പ്രതീക്ഷ പോയതുകൊണ്ടാണ്. എനിക്കറിയാം, കാരണം ഞാൻ ഈ ഷോ പോയോണ്ട് ഇത് ജയിക്കണം എന്നൊക്കെ ഭയങ്കര പ്രിപ്പയർഡ് ആയിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ നീ അതിന് പ്രിപ്പയർഡ് അല്ല. ഒന്നാമത് നീ അതിനുള്ള സ്ട്രാറ്റജി അതൊന്നും എനിക്കില്ല, തന്ത്രങ്ങളോ ഒന്നുമില്ല. നീയായിട്ട് കരഞ്ഞു മുഖത്തെ പോയി എന്തായാലും നീ ഭയങ്കര കഷ്ടമല്ലോ. അത് ഞാൻ സ്വീകരിച്ചു പോയാ. അത് നല്ലതാണ്. കാര്യം നീ അവിടെ ഞാൻ പറയാം, കരയാതെ നീ അവിടെ നിന്നെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോകണം. ഇത് സങ്കടം വരാതിരുന്ന സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോകണം. ഞാൻ ബിഗ് ബോസിനോട് സംസാരിക്കണം. ബിഗ് ബോസ് ഒരു മോട്ടിവേഷൻ ഉണ്ടല്ലോ, അത് അല്ലാത്ത അത് കഴിഞ്ഞിട്ട് പിന്നെ പുറത്തോട്ട് ഇറങ്ങുമ്പോ ഓക്കെ ആവുള്ളൂ. അതിനോട് ടിപ്സുകളൊക്കെ അറിയില്ല, ഇങ്ങനെയൊക്കെയാണെന്ന് അറിയില്ല. പറയുമ്പോ ശരിയാണ്. ഞാൻ ഇതിന്റെ കാര്യങ്ങൾ ലൈഫിലും മറക്കാൻ പറ്റാത്തതാണ്. എനിക്ക് ചോറായിട്ട് നിന്റെ അമ്മ ഹലോ ഹലോ അബി ചേട്ടാ ഇനി സംസാരിക്കും. അഭിശ്രീ നമ്മുടെ അബി ക്ലിപ്പ് ക്ലിപ്പതായിരിക്കും. രണ്ട് മൈക്കാണോ? നിനക്ക് എന്താ പറയാനുള്ളത്? എനിക്ക് ഞാൻ ലൈവ് വരുന്ന കാര്യം അറിഞ്ഞിട്ടില്ല. സർപ്രൈസ് ആയിരുന്നു. ഹായ് അനു, ദീപ ചേച്ചി ഓർമ്മയുണ്ടോ? തരം കബുദാബി. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. ബിഗ് ബോസ് സീസൺ 7 ഒരു തോന്നുന്നുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്ത് വീഡിയോസ് കാണുന്നുണ്ട്. ഉറക്കൊഴിഞ്ഞൊക്കെയാണ് ഒരുപാട് പേര് എന്താ പറയണ്ടേ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഞാൻ അറിഞ്ഞായിരുന്നു. മെസ്സേജ് കുറച്ച് പേരുടെ മെസ്സേജ് മാത്രമേ എനിക്ക് കാണാൻ പറ്റുള്ളൂ, റിപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും ഈ ടൈമുണ്ട്. വോട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. സ്നേഹവും സന്തോഷവും. ഇതിന്റെ കൂടെ കരയാത്ത ഒരു 1000 ആൾക്കാരുണ്ട്. ഒക്കെ മെസ്സേജ് അയച്ച് പറയാൻ എല്ലാവരുണ്ട്. നമ്മുടെ ആതിരയുണ്ട്, ശരണ്യുണ്ട്, സ്റ്റാർ മാജിക്കിലെ എല്ലാ ആളുകളും പറഞ്ഞോണ്ട് നമ്മൾ വിചാരിച്ചു. പക്ഷെ അല്ല ആരൊക്കെ സ്റ്റാർ മാജിക്കില് ഒട്ടുമിക്ക എല്ലാ ആളുകളും വരണ്ടായിരുന്നു. പക്ഷെ ഷൂട്ടും തിരക്കുകളും കൊണ്ട് ഭയങ്കര സന്തോഷം. ആരാണ്? അനൂപ് സാർ വിളിക്ക്. ആര്? അത് നല്ലതാണ്. അനൂപ് സാറോടെ പറയാനുള്ള കാര്യം പറഞ്ഞോട്ടെ. എന്തായാലും ഏഷ്യനോടും പിന്നെ നമ്മുടെ എന്റെ ടീമിനോടും ഹോട്ട്സ്റ്റാറിനോടും ലാലേട്ടനോടും പ്രേക്ഷകരോടും എല്ലാ മലയാളം പ്രേക്ഷകരോടും പിന്നെ എന്നെ വോട്ട് ചെയ്ത് ഇവിടം വരെ എത്തിച്ച എല്ലാവരോടും ഒത്തിരി സ്നേഹവും സന്തോഷവും നന്ദി അറിയിക്കുകയാണ്. പിന്നെ എന്താ പറയണ്ടത്, അതെ. ഞാൻ പറഞ്ഞു, ദിൽഷയ്ക്ക് ശേഷം ഒരു ബിഗ് ബോസ് വിന്നർ ഒരു ലേഡി അല്ല, നമ്മൾ അനുക്കുട്ടി ആയിരിക്കാണ്. അപ്പോ ദിൽഷയൊക്കെ കൂടുതൽ വോട്ടോടെ അല്ലെ എനിക്ക് തോന്നുന്നു. ഒരു സ്ത്രീ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം. അതെ, അഖിൽരാജ് കോട്ടത്തല കഴിഞ്ഞ് കഴിഞ്ഞാൽ അഖിൽരാജ് കോട്ടത്തല കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടെ വിന്നറായ അനുമോളാണ്. അപ്പൊ അത് നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ.
അതെ അഖിൽരാജിന്റെ ആളാണ് ഇരിക്കുന്നത്. നീ പറഞ്ഞ ഫീലില്ല, വേറെ ആര് പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല. അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷം. ആദിലുണ്ട്, ശരണ്യുണ്ട്, ചേച്ചിയുണ്ട്, അനുവിന്റെ ചേച്ചിയുണ്ട്, അനുവിന്റെ ചേച്ചിയുടെ കൂട്ടുകാരില്ലല്ലോ, കൂട്ടുകാരി ഉണ്ട്. എന്തായാലും കസിനോ അനീച്ച ചേച്ചി എല്ലാവരും ഉണ്ട്, ഫാമിലി മൊത്തം ഉണ്ട്. വൈശാഖുണ്ട്, ഉണ്ട്, വൈശാഖിന്റെ വയറാണ് പ്രശ്നമുണ്ട്. ആരുണ്ട് സപ്പോർട്ട് ചെയ്തത് മീൻസ് ഈ നമ്മുടെ ഫ്രണ്ട്സ് ഇല്ലേ മല്ലിക ഫ്രണ്ട്സ് മല്ലികമ്മ പോസ്റ്റ് ഇട്ടു. മല്ലികമ്മ പോസ്റ്റ് അനൂപ് സാറ് ചേട്ടൻ പിന്നെ ലക്ഷ്മി പറഞ്ഞു ചേച്ചി നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടായിരുന്നു. അഖിലേട്ടൻ പിന്നെ അഖിൽമാരാണ് അഖിൽ കവലൂർ അഖിലേട്ടന്റെ വീട് ഇന്നലെയായിരുന്നു എന്നെ വിളിച്ചു വീട്ടിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. പക്ഷെ എത്തിയില്ല. 9 പിന്നെ നമുക്ക് കഴിഞ്ഞു. സങ്കടമുണ്ട് കേട്ടോ. ഞാൻ 30 വെച്ചിരിക്കുക അതിലോട്ടാണ്. ഒരു കാര്യം പറയും, എല്ലാവരോടും ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തു. അതെ, ഒരുപാട് പേരുടെ സ്നേഹമാണ്. മലപ്പുറം, കണ്ണൂർ, എല്ലാം 18 ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, കഴിഞ്ഞു കോഴിക്കോട്, 14 ജില്ലകൾ എല്ലാവരോടും വയനാട് മിസ്സാ പ്രവാസികള് മെയിൻ കാര്യം വീട്ടിൽ വന്നപ്പോൾ ഞാൻ ശരിക്കും പ്രവാസിയായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. ആ ഒരു സന്തോഷം എല്ലാവരും കാണാനൊക്കെ ഒത്തിരി പേരുടെ. പിന്നല്ലേ ഈ നമ്മുടെ ഗൾഫിലൊക്കെ ഇല്ലേ ഹോട്ട്സ്റ്റാർ ഡൗൺലോഡ് ആക്കാൻ പറ്റില്ല, എന്നിട്ടില്ലേ അവര് 3 വോട്ട് ചെയ്യും. ഭയങ്കര സന്തോഷമായിട്ടൊക്കെ എല്ലാവരെയും നേരിൽ കാണണമെന്ന് ആഗ്രഹമുണ്ട്. എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര്, നേരിൽ എന്നെ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ നമ്മളെല്ലാവരും കാണും. എന്തായാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഇവിടെ തന്നെ ഉണ്ട്. അപ്പൊ നമുക്ക് കാണണം കേട്ടോ. എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി കാണണമെങ്കിൽ. നമുക്കൊരു മീറ്റപ്പ് കാണാം. നിങ്ങൾക്കുള്ളതാട്ടോ, അത് നിങ്ങൾക്കുള്ളതാണ്. എനിക്ക് സന്തോഷമുണ്ട് ഇതിന്റെ കൈ കിട്ടിയപ്പോ. ഞാനത് ആസ്വദിച്ചു. എന്താ പറയുക, ചോര നീരാക്കി സാധനം ഉണ്ടാക്കിയതാണ്. എന്റെ ഞാൻ ഒരു കാര്യം പറയണ്ടേ, എന്റെ ലൈഫിലെ ഏറ്റവും വലിയൊരു ഇതാണ് ഇത്. കാര്യം എങ്കിൽ എനിക്കൊരു ബിഗ് ബോസ് വിന്നർ ആവാൻ പറ്റില്ല. എനിക്ക് കേരള സ്റ്റേറ്റ് അഭിനയിച്ച് ഇഷ്ടം പോലെ കാണാം. പക്ഷെ ബിഗ് ബോസ് അതെ അത് ലൈഫിൽ ഭയങ്കര. പക്ഷെ ഈ ഒരു അച്ചീവ്മെന്റ് ഇല്ല ഒരിക്കലും ലൈഫിൽ. എന്നും എനിക്ക് പറയാം, എന്നും ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന അച്ചീവ്മെന്റ്. കാര്യം സ്ത്രീകളിലെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടെ വിജയിച്ച വിന്നറാണ്. ഇനി ഭാവിയിലേക്ക് വരാം, പക്ഷെ സ്റ്റിൽ വരണ വരെ അതെ അനുകൂലമാണ്. ദർശനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അല്ല, ചരിത്രത്തിലെ ഏറ്റവും വോട്ട്. അതെ, മിസ്റ്റർ കോട്ടയം വർഷത്തില്. അതെ, 6 വർഷത്തിലെ ഏറ്റവും ലക്ഷം വോട്ടാണ് ടോട്ടല്. അതിൽ 57% വോട്ടാണ്. അതായത് 20 മേലെ. കഴിഞ്ഞ സീസണിൽ ചിന്തം 16 ലക്ഷമാണ്. ഏറ്റവും അതെ സീസണാണ്. എന്നെ അറിഞ്ഞ് എന്താ പറയണ്ടേ, എന്റെ പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡൊക്കെ കണ്ട് അറിഞ്ഞ ഒത്തിരി പേരുണ്ടെന്ന് അറിയാം. അത് അഭിഷേകം ഒത്തിരി സ്നേഹം. ഒരുപാട് പേര് ഹായ് ഹായ് എന്നൊക്കെ പറയുന്നുണ്ടോ? മെസ്സേജ് അയക്കുന്നുണ്ട് അറിയാം. ഇനി പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ കേട്ടോ, ഞാൻ റിപ്ലൈ തരാം. അങ്ങനെ ഫ്രീ ആണ്. അഭിഷേകം താങ്ക് യു.